ഇപ്പോൾ കൃഷ്ണപ്രഭു പോലെയുള്ള ഒരു ആക്ട്രസ് നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റും അവർ അതിനെ വളരെ മോശമായിട്ട് കളിയാക്കി ചിരിക്കുമ്പോഴൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടെ ഒത്തിരി ആളുകൾ വിഷമിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് അതിന് ശേഷം വന്നവരുമൊക്കെ അയ്യോ ഇത് വളരെ മോശമായൊരു കാര്യമാണോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും അങ്ങനെ. കാരണം നമ്മളുടെ ഒരു മെൻ്റൽ സ്റ്റേജ്, കാരണം അവർ അത്രയും സ്ട്രഗിൾ ചെയ്യുവാണ്. രാവും പകലും അവർ സർവൈവ് ചെയ്യാൻ വേണ്ടി രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഒരു ഫങ്ഷൻ പോലും നടക്കുന്നില്ല. അതിനുവേണ്ടി യുദ്ധം ചെയ്ത് ഓരോ ദിവസവും സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട് അല്ലേ. ചില ആളുകൾക്ക് ചിലപ്പോൾ പല രീതിയിലായിരിക്കും. ചിലർക്ക് ഒരു ആൻസൈറ്റി പ്രോബ്ലം ആയിരിക്കാം, സ്ട്രെസ് ആയിരിക്കാം, ചിലർക്ക് ഡിപ്രഷൻ ആയിരിക്കാം. അത് എല്ലാവർക്കും എല്ലാത്തിൻ്റെയും പേരറിയണമെന്നില്ല. അവർക്കതൊരു കൺഫ്യൂഷൻ ആയിരിക്കാം. മൂഡ് സ്വിങ്സിനെ കുറിച്ച് പോലും പറയുമ്പോൾ ഞാൻ ബോധേഡായത് ആരോടാണോ അത് ആ ഒരു വിമൺ റിക്വസ്റ്റ് ചെയ്തത് എനിക്ക് ഓക്കെ അല്ല, എനിക്ക് മൂഡ് സ്വിങ് ഉണ്ട് എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയോടാണ് എനിക്ക് വിഷമം തോന്നുന്നത്. കാരണം അതിനെ ഡിസ്മിസ് ചെയ്ത് ആ ഇമോഷൻസിനെ കളിയാക്കി കൂളായിട്ട് പറയുകയാണ് ലോൺ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ ബിസിയാകും, ഇവർക്കൊന്നും പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന അത് അനുഭവിക്കേണ്ടി വരുന്ന ആ പെൺകുട്ടിയെക്കുറിച്ചും എനിക്ക് വിഷമമുണ്ട്. വിഷമം തോന്നിയായിരുന്നത് കാരണം അവർ പറഞ്ഞതിലല്ല. എനിക്ക് തോന്നിയത് ഇപ്പോഴും ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ, ഇതൊന്നും ഇല്ല എന്നുള്ളത്. ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്, പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഇല്ല, അല്ലെങ്കിൽ പഴയ കാലം ഇപ്പോഴും പുതിയ പേരുകളാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിനെക്കുറിച്ചുകൂടെ പറയാനുള്ളത്, ഇപ്പോൾ പഴയ കാലത്ത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നല്ല, അന്നും ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇതിന് ബാധ കയറിയെന്നും അതല്ലെന്നുണ്ടെങ്കിൽ വിഷമമാണെന്നും അല്ലെങ്കിൽ പല പേരുകളിട്ടായിരുന്നു, അല്ലെങ്കിൽ സ്ട്രെസ്സാണ്, അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ. ആ സമയത്ത് പോയി അമ്പലത്തിൽ പോയി ചരട് ജപിക്കുക, പള്ളിയിൽ പോയി പ്രാർത്ഥിപ്പിക്കുക അച്ഛനെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മോസ്കിൽ പോയി അങ്ങനെ പല രീതിയിലും ഇതിനെ ഹാൻഡിൽ ചെയ്തിരുന്നു. കാരണം അന്നൊന്ന് ലേബൽ ചെയ്യാനോ അതിനെ ഒരു സൊല്യൂഷനിലോട്ടോ, ശരിക്കും ഇവരെല്ലാം ചെയ്തതും കൗൺസിലിംഗ് തന്നെയായിരുന്നു. ഇന്ന് നമുക്ക് കുറേയും കൂടെ ബോധവും വിവരവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ, കുറേയും കൂടെ എക്സ്പോഷർ കിട്ടിയപ്പം നമുക്ക് ഓരോന്നിനെയും ലേബൽ ചെയ്യാനും ഇതിനെ ജനറലൈസ് ചെയ്ത ആളുകൾ പലപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി ഒരു ഹെൽപ്പ് എടുക്കാനും മുന്നോട്ടിറങ്ങി വന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഇതുപോലെ വിവരക്കേട് പറയുന്നത് നമുക്ക് അറിവില്ലായ്മ കുഴപ്പമില്ല, അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷേ ആ അറിവില്ലായ്മ അതൊരു വലിയൊരു മഹത്വമായിട്ട് കണ്ടിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വിളിച്ചു പറയുന്നതാണ് അതൊരു ഭയങ്കര ഡേഞ്ചർ ആണെന്നാണ് എനിക്ക് തോന്നിയത്.